of success and glory. For lighting the gram and inaugurating our annual day, I call upon our chief guest, Mr. Shafi Parmal, who is a member of Parliament Vadagara and who was a former MLA Palakkad. Who is the member of Parliament Vadagara and who was the former MLA Palakkad. ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇച്ചിരി ലേറ്റ് ആവുന്നുള്ളത് അറിയിച്ചിരുന്നു. എന്താണെങ്കിലും എല്ലാവരും നമ്മുടെ ചടങ്ങിൽ എത്തിച്ചേർന്നു. എല്ലാവർക്കും പ്രത്യേകം ഹാർദമായ സ്വാഗതവും നേരുന്നു. പ്രിയപ്പെട്ട, ഞാനൊരു വലിയ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. റാണി ജെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം വന്നിരിക്കുകയാണ്. മനുഷ്യൻ പറയാതെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഈ പറയുന്ന മെഷീന് കഴിയുന്ന ഒരു കാലം വന്നിരിക്കുന്നു. മനുഷ്യന്റെ ബ്രെയിനുമായിട്ടുള്ള കമ്പാരിസൺ പോലും നടക്കുന്നു. കുറച്ച് പുസ്തകങ്ങൾ പറയുന്നത് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അതിന് ഓവർകം ചെയ്യുമെന്ന് വരെ പറയുന്നു. ഗവൺമെന്റുകളും സ്ഥാപനങ്ങളും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും അതിന്റെ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുണ്ടാക്കാൻ പോകുന്ന തൊഴിലവസരങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. അത് കാരണം നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. ഇപ്പൊ ലോകത്തിന്റെ എല്ലാ കോണിലുമുള്ള ആളുകളുമായി സംവദിക്കാൻ സ്വന്തം മൊബൈലിലെ 6 ഇഞ്ച് സ്ക്രീനും 2 GB ഡാറ്റയും മതി എന്നുള്ള ഒരു കാലത്തേക്ക് കുട്ടികളെ വരുമ്പോൾ അവരെ നാളത്തെ പൗരന്മാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നമുക്കിനി സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മുടെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരല്ല, അവർ ഇന്നിന്റെ തന്നെ പൗരന്മാരാണ് എന്നുള്ളത് ഈ കാലം നമ്മൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഫർമേഷന്റെ ഫ്ലോ എന്ന് പറയുന്നത് മുതിർന്നവരിൽ നിന്ന് താഴോട്ട് എന്നുള്ളത് മാത്രം എന്നുള്ളതൊക്കെ മാറി മറിയുകയാണ്. അതിന് പകരം താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്കും അത് മാറും. കുട്ടികളിൽ നിന്ന് ആളുകൾ കാര്യങ്ങൾ പഠിക്കുകയാണ്. പണ്ട് വീട്ടിലൊരു ഫോൺ വന്നാൽ അത് കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ലാൻഡ് ഫോണിന്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും വീട്ടിൽ മുതിർന്നവരായി അവരാണ് ഫോൺ എടുക്കുന്നത്, അവരാണ് ഫോണിൽ സംസാരിക്കുന്നത്. പണ്ടിങ്ങനെ കറക്കി വിളിക്കുന്ന ഫോണൊക്കെ മുതിർന്നവർക്കേ വിളിക്കാൻ അറിയുള്ളൂ. പിന്നെ അത് ബീപ്പ് ചെയ്ത് കുത്തി വിളിക്കുന്ന ഫോണായപ്പോഴും മുതിർന്നവരാണ് അതിനെ ഡീൽ ചെയ്തത്. കുട്ടികളെങ്ങാനും ഫോൺ എടുത്താൽ അപ്പുറത്തുള്ള ആളുകൾ ആദ്യം ചോദിക്കുന്നത് അവിടെ വീട്ടിലാരും മുതിർന്നവരില്ലേ എന്നുള്ളതാണ്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ആ ഫോണ് കൈമാറുക എന്നുള്ളതായിരുന്നു കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. സ്വന്തമായിട്ടൊരു ഫോൺ കോൾ ചെയ്യാൻ തന്നെയുള്ള നമ്പറുകളും കാലങ്ങളൊക്കെ കുറവായിരുന്നു. 20 കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ടാണ്. എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചിട്ട് തിരുവേഗപ്പുറം എക്സ്ചേഞ്ചിൽ 36-നെ കണക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് ഫോൺ അവിടെ വെക്കും. എന്നിട്ട് ഈ ലേബർ റൂമിന്റെ മുമ്പിൽ കാത്തിരിക്കുന്ന പോലെ എല്ലാവരും കൂടെ ഫോണിന്റെ അടുത്ത് നിൽക്കും. അപ്പൊ എക്സ്ചേഞ്ചിൽ നിന്ന് തിരിച്ചു വിളിക്കും. അപ്പൊ എടുത്ത് സംസാരിക്കും. അപ്പൊ എടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ കാര്യമാണ്. അപ്പൊ നമ്മളെ വീട്ടുകാരാണ് പഠിപ്പിക്കുന്നത്. ആദ്യം ഇങ്ങനെ 1 കറക്കണം, പിന്നെ ഇങ്ങനെ 9 കറക്കണം, പിന്നെ ഇങ്ങനെ 8 കറക്കണം. 198ലേക്ക് വിളിച്ചിട്ടാണ് എക്സ്ചേഞ്ചിലേക്ക് വിളിക്കുന്നത്. എന്നിട്ട് തിരുവേഗപ്പുറം എക്സ്ചേഞ്ചിൽ 36ലേക്ക് കണക്ട് ചെയ്യാൻ പറയും. അപ്പോഴാണ് ഉമ്മയുടെ വീട്ടിൽ നിന്ന്. അപ്പൊ അവിടെ വല്യമ്മ ആരെങ്കിലൊക്കെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ വല്യമ്മ ഉടനെ ചോദിക്കുന്നത് എന്താ കുട്ടികൾ ഫോൺ എടുത്തിരിക്കുന്നു, അവിടെ ഉമ്മല്ലേ ഇപ്പല്ലേ കൊടുക്കുമെന്ന് പറയും. അപ്പൊ വേഗം അത് കൊടുക്കുക. ഈ ചെറിയൊരു ഒരു എക്സ്ചേഞ്ചിന്റെ ഇടയിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു വീട്ടിലായിരിക്കും ചിലപ്പോൾ ഫോണ്, അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആളുകൾ വരും. എന്നിട്ട് അവിടെ വീട്ടിൽ ഫോൺ വന്നാൽ നമ്മൾ കുട്ടികളാണ് ഓടിപ്പോയിട്ട് പറയാം ആ വീട്ടിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട് എന്ന് അടുത്ത വീട്ടിൽ പോയി പറയാം. ആ വീട്ടിൽ ആരെങ്കിലൊക്കെ ഗൾഫിലോ വിദേശത്തോ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഫോണുള്ള വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലെ കുട്ടികൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പറയും നിങ്ങൾക്കൊരു കോള് വന്നിട്ടുണ്ട്. അപ്പൊ അവര് വന്ന് നിൽക്കും. എന്നിട്ട് നമ്മുടെ വീട്ടിലെ ഫോണിൽ അവർ സംസാരിക്കും. അപ്പൊ നമ്മുടെ വീട്ടുകാർ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് തിരിച്ചു പോകും. ഇതൊക്കെ മുതിർന്നവർ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാലമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഉദാഹരണത്തിന് ഒരു പുതിയ ഫോൺ ഉപ്പാക്കാരെങ്കിൽ ഒരു പുതിയ ഫോൺ കൊടുത്താൽ അതിന്റെ കാര്യങ്ങൾ ഈ ടച്ച് സ്ക്രീൻ വന്ന സമയത്ത് ഇപ്പൊ എന്റെ അനിയത്തിനോട് ചോദിച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇതിൽ 1, 2, 3 കാണാനില്ലല്ലോ എന്ന് വെച്ചാൽ കീപാഡ് കാണാനില്ലല്ലോ എന്നാ പുള്ളി ചോദിക്കുന്നത്. അപ്പൊ മോൾ എന്റെ ഏറ്റവും ചെറിയ അനിയത്തി നിമ്മിയാണ്
എടുത്ത് കാണിച്ചു കൊടുക്കുന്ന ഇതിൽ കീപാഡ് ഇല്ല, ഇത് ടച്ച് സ്ക്രീൻ ആണ്, ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പാട് 1, 2, 3 കോഡ് വരും. അത് ടച്ച് ചെയ്താൽ എന്നിട്ട് ഡയൽ ബട്ടൺ അമർത്തിയ കോഡ് പോകും. എന്നെ ഫോൺ ചെയ്യാൻ പഠിപ്പിച്ചത് എൻ്റെ ഉപ്പയാണ്. പക്ഷെ ഈ കാലത്ത് എൻ്റെ ഉപ്പയെ ഫോൺ ചെയ്യാൻ പഠിപ്പിക്കുന്നത് എൻ്റെ ഏറ്റവും ചെറിയ അനിയത്തിയാണ്. അതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്, അതിൽ ആപ്പ് സ്റ്റോർ വരുന്നത്, അതിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിലെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്നു കൊടുക്കുന്നതൊക്കെ ഇപ്പൊ ചെറിയ കുട്ടികളാണ്. അപ്പൊ കുട്ടികളിൽ നിന്ന് മുതിർന്നവർ പോലും കാര്യങ്ങൾ പഠിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ മുമ്പിലുള്ള മക്കളെ അവരെ ശരിയായ ദിശയിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ള വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ചലഞ്ചിങ് ആണ്. ഓരോ ദിവസവും അതിന്റെ ചലഞ്ചസ് മാറി വരികയാണ്. കുട്ടികളുടെ ഇൻട്രസ്റ്റുകൾ, കുട്ടികളുടെ പാഷൻ, അവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ കൂടെ നിൽക്കാൻ, അവരെ നല്ല മനുഷ്യനായിട്ട് വളർത്താൻ, ഈ നാടിന്റെ ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് അവർ മാറാൻ, ഈ നാട്ടിൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, ഒരു മകൻ ഉമ്മയെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കത്തിയോ മടാളോ മേടിച്ചിട്ട് വെട്ടിക്കൊന്നിട്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ജനിപ്പിച്ചതിന്റെ കുറ്റമാണെന്ന് പറയുന്നു. ലഹരിക്ക് അടിമയായിട്ട്, മയക്കുമരുന്നിന് അടിമയായിട്ട് അത്തരം കാര്യങ്ങൾ, അപകടങ്ങൾ നമ്മുടെ സ്കൂളുകളെ പോലും കാർന്നു തിന്നുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗം ആകെ വർദ്ധിക്കുകയാണ്. ആളുകൾ വെറുതെ വയലന്റ് ആവുക, ആളുകൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അക്രമത്തിന്റെ വഴി ഉൾപ്പെടെ തിരിയുന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ല എൻഗേജ്മെന്റ്സിനെ പറഞ്ഞു കൊടുക്കണം. അവരറിയണം ഈ കുടുംബവുമായി ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങൾ അതിന്റെ ലഹരി എന്താണ്. അവരറിയണം വേറൊരാളെ സഹായിക്കുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാവുന്ന ഒരു ചെറിയ പുഞ്ചിരി അത് എത്രത്തോളം വലിയ ലഹരിയാണ്. അവരറിയണം ലയണൽ മെസ്സിയുടെ മനോഹരമായ നീക്കങ്ങളും ഡ്രിബിളിങ്ങും ഗോളും അതിനേക്കാൾ നല്ലൊരു ലഹരിയും ഈ മയക്കുമരുന്നിനൊന്നും തരാൻ കഴിയില്ല. അവരറിയണം